നമസ്കാരം. കാലവർഷക്കെടുതികളുടെയും ഉരുൾപൊട്ടലിന്റെയും വാർത്തകൾ വന്നതോടെ കേരളത്തിൽ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് വീണ്ടും ആശങ്കകൾ ഉയർന്നിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ പൊട്ടുമെന്നും 5 ജില്ലകൾ ഒലിച്ചുപോകുമെന്നും ലക്ഷങ്ങൾ മരിക്കുമെന്നുമുള്ള വ്യാപകമായ കുപ്രചാരണമാണ് ചില തൽപര കക്ഷികൾ നവമാധ്യമങ്ങളിലാകെ നടത്തുന്നത്. പക്ഷേ മുല്ലപ്പെരിയാർ ഡാം ഒരിക്കലും തകരില്ലെന്നും അതിന്റെ ടെക്നോളജി വെച്ച് തകരാൻ കഴിയില്ലെന്നുമാണ് ശാസ്ത്ര എഴുത്തുകാരനും പ്രഭാഷകരുമായ ഡോക്ടർ മനോജ് ബ്രൈറ്റ് പറയുന്നത്. ഗ്രാവിറ്റി ഡാമായ മുല്ലപ്പെരിയാർ തകരില്ലെന്നും അതിന്റെ ടെക്നോളജി വെച്ച് ഡോക്ടർ മനോജ് ബ്രൈറ്റ് പറയുന്നു. ഈ കുറിപ്പ് ഭീതി വ്യാപാരികൾക്ക് മറുപടി എന്ന പേരിൽ നവമാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ഡോക്ടർ മനോജ് ബ്രൈറ്റിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: 5000-ഓളം വർഷം കഴിഞ്ഞും തകർന്നു വീഴാതെ നിൽക്കുന്ന മനുഷ്യ നിർമ്മിതിയാണ് പിരമിഡുകൾ. എന്തുകൊണ്ടായിരിക്കും പിരമിഡുകൾ കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നത്? ഒറ്റ വാചകത്തിലെ ഉത്തരം ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം അതിന് ഇനിയും തകർന്നു വീഴാനാകില്ല എന്ന് തന്നെയാണ്. വിശദീകരിക്കാം. നിങ്ങൾ ഒരു ടിപ്പറിൽ കുറെ കല്ലും മണ്ണും ഒരിടത്ത് കൊണ്ടുപോയി തട്ടുക. എന്തായിരിക്കും അതിന്റെ രൂപം? ഒരു കൽക്കൂന, അല്ലേ? അതായത് പിരമിഡ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉയരത്തെ അപേക്ഷിച്ച് തറ വിസ്തീർണം വളരെ കൂടിയ ഒരു രൂപം. ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം ഏറ്റവും സ്ഥിരതയുള്ള രൂപങ്ങളിൽ ഒന്നാണ് പിരമിഡ്. കുറെ കല്ലുകൾ കൂട്ടിയിട്ടാൽ കിട്ടുന്ന രൂപം. നമ്മുടെ ഈജിപ്തിലെ പിരമിഡും ഒരു കൽക്കൂമ്പാരമാണ്, വ്യവസ്ഥാപിതമായ ഒരു കൽക്കൂമ്പാരമാണ് എന്ന് മാത്രം. ആ കൽക്കൂമ്പാരത്തിന് വീണ്ടും തകർന്ന് വേറെ രൂപമാകാനാകില്ല. വ്യവസ്ഥാപിതമായ കൽക്കൂമ്പാരമായ പിരമിഡ് തകർന്നാൽ വ്യവസ്ഥാപിതമല്ലാത്ത കൽക്കൂമ്പാരം ഉണ്ടാകും, അത്ര തന്നെ. നമ്മുടെ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം 1000 വർഷത്തിനു ശേഷവും തകരാതെ നിൽക്കുന്നത് എന്തോ എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന മട്ടിലാണ് പറയാറ്. അതും ഒരു പിരമിഡ് തന്നെയാണ്. അതിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്നതും വലിയ അത്ഭുതമായി പറയാറുണ്ട്. ഉയരത്തെ അപേക്ഷിച്ച് തറ വിസ്തീർണം കൂടിയാൽ നിഴൽ താഴെ പതിക്കില്ല. ഇനി നമുക്ക് മുല്ലപ്പെരിയാറിലേക്ക് വരാം. അവിടെയുള്ളത് ഗ്രാറ്റിവിറ്റി ഡാമാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ കുറെ പാറകൾ, അതായത് വ്യവസ്ഥാപിതമായ രീതിയിൽ ഒരിടത്ത് കൂട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഡാമുകൾ, വിശേഷിച്ചും ഗ്രാവിറ്റി ഡാമുകൾ, പിരമിഡ് രൂപത്തിലാണ്. അതായത് താഴെ വീതി വളരെ കൂടുതലും മുകളിലേക്ക് പോകുമ്പോൾ വീതി കുറഞ്ഞും വരുന്ന രൂപം. കൃത്യമായി പറഞ്ഞാൽ ഡാമിൻ്റെത് പിരമിഡ് നെറുകെ മുറിച്ച അർദ്ധ പിരമിഡ് രൂപമാണ്. വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം നേരെയും മറുഭാഗം ചെരിഞ്ഞും. തൽക്കാലം അത് അവഗണിക്കാം. ഒരു 6 പാക്ക് ജിമ്മിനെയും അതേ ഉയരമുള്ള ഒരു സുമോ ഗുസ്തിക്കാരനെയും സങ്കല്പിക്കുക. ആരെയായിരിക്കും തള്ളി വീഴ്ത്താൻ എളുപ്പം? അല്ലെങ്കിൽ ഒരു മതിൽ സങ്കല്പിക്കുക. ഇനി അതേ ഉയരമുള്ള ഒരു പിരമിഡ് സങ്കല്പിക്കുക. ഏതാണ് തള്ളി മറിച്ചിടാൻ കൂടുതൽ ബലം ചെലുത്തേണ്ടി വരിക? ഉത്തരം വ്യക്തമാണല്ലോ. ഇതേ തത്വം തന്നെയാണ് പിരമിഡിന്റെ കാര്യത്തിലും പ്രവർത്തിക്കുന്നത്. സത്യത്തിൽ ഇതൊക്കെ ഞാൻ പ്രീ ഡിഗ്രി കാലത്ത് ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങളാണ്. വെള്ളത്തിന്റെ അളവ് തന്ന് ഡാമിന്റെ വെള്ളത്തിന്റെ മർദ്ദം താങ്ങാൻ അടിയിലെ വീതി എത്ര വേണമെന്ന് കണക്ക് കൂട്ടുന്ന ചോദ്യങ്ങളും എൻട്രൻസ് കോച്ചിങ്ങിൽ പരിശീലിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ +2 പിള്ളേരും ഇതൊക്കെ പഠിക്കുന്നുണ്ടാകണം. ഇനി ഈ പിരമിഡ് രൂപത്തിലുള്ള ഡാമിന് കൂടുതൽ സ്ഥിരത നൽകാൻ അഥവാ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തള്ളൽ പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഏറ്റവും പ്രകടമായ ഉത്തരം അതിന്റെ ഭാരം കൂട്ടുക എന്നായിരിക്കും. കുറെ കൂടി പാറകളും കോൺക്രീറ്റും അതിനു മുകളിൽ നിക്ഷേപിക്കുക. മുല്ലപ്പെരിയാറിൽ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. 100 കൊല്ലം മുമ്പ് ഡാം പണിയുമ്പോൾ അന്ന് സിമെന്റും കോൺക്രീറ്റും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ചുണ്ണാമ്പാണ് പകരം ഉപയോഗിച്ചിരുന്നത്. അത് കാലക്രമത്തിൽ വെള്ളത്തിൽ ഒലിച്ചുപോയി പാറകൾ ഇളകിപ്പോകാം. 2 രീതിയിൽ അത് അണക്കെട്ടിനെ ദുർബലപ്പെടുത്തും. ഒന്ന്, പാറകളുടെ കൂട്ടിപ്പിടുത്തം കുറയാം, പാറകൾ ഇളകി ഒലിച്ചു പോകാം. പാറകളും ചുണ്ണാമ്പും നഷ്ടപ്പെടുന്നതോടെ ഡാമിന്റെ ഭാരം കുറയാം. വെള്ളം അതിനെ തള്ളി മറിച്ചിട്ടേക്കാം. അപ്പോൾ എന്തു ചെയ്യും? സിമെന്റും കോൺക്രീറ്റും ഉപയോഗിച്ച് അണക്കെട്ടിനെ പൊതിയാം. കൂട്ടത്തിൽ ഡാമിന്റെ ചെരിവ് ഭാഗം കുറെ കൂടി കൂട്ടിയെടുക്കാം. ഇതുകൊണ്ട് 3 ഗുണങ്ങളുണ്ട്. അകത്തുള്ള വസ്തുക്കൾ ഒലിച്ചു പോകില്ല, ഡാമിന്റെ മൊത്തം ഭാരം കൂടും, ഡാമിന്റെ തറ വിസ്തീർണം കൂടും.
ഇത് മൂന്നും ഡാമിനെ ബലപ്പെടുത്തും. ഇതും മുല്ലപ്പെരിയാറിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും വെള്ളത്തിന്റെ തള്ളൽ ബലം പ്രതിരോധിക്കാൻ മാർഗങ്ങളുണ്ട്. ഉരുക്ക് കേബിളുകൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലെ പാറയും ഡാമിന്റെ മുകളിലെ കോൺക്രീറ്റുമായി ബന്ധിപ്പിക്കുക. വെള്ളത്തിന്റെ തള്ളൽ ഉരുക്ക് കേബിളിലെ വലിവ് ബലമായി താഴെ പാറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. നിങ്ങൾ തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വടം ബലമായി വലിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങളെ പുറകിലേക്ക് തള്ളി വീഴ്ത്താൻ പ്രയാസമായിരിക്കും. ഈ കേബിൾ വിദ്യയും മുല്ലപ്പെരിയാറിൽ ചെയ്തിട്ടുണ്ട്. തത്വത്തിൽ ഒരു ഗ്രാവിറ്റി ഡാം ഇങ്ങനെ പലവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് എത്ര കാലം വേണമെങ്കിലും പുതുക്കി ഉപയോഗിക്കാം. മുല്ലപ്പെരിയാർ ഒരിക്കലും തകരില്ല. കാരണം അതിന് തകരാനാകില്ല. അത് ഭാരത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഡിസൈനാണ്. പിരമിഡ് ആകൃതിയിലുള്ളതാണ്. പിരമിഡ് തകർന്നാലും അതിന്റെ ഭാരം കുറയണമെന്നില്ല. വേർസ്റ്റ് കേസ് സെനാരിയോ, അവിടെ ഒരു ഭൂമികുലുക്കം ഉണ്ടായി എന്ന് കരുതുക. നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥാപിതമായ കൽക്കൂമ്പാരം പോയി ഒരു സാധാ കൽക്കൂമ്പാരമായി അത് അവിടെ തന്നെ കാണും. തീർച്ചയായും ഡാം ഉപയോഗശൂന്യമാകും. കാരണം അതിനുള്ളിലെ ഇൻസ്പെക്ഷൻ ഇടനാഴികളും മറ്റ് സംവിധാനങ്ങളും തകർന്നേക്കാം. ഡാമിലെ വെള്ളം മുഴുവൻ മാസങ്ങളോ ആഴ്ചകളോ അല്ലെങ്കിൽ പരമാവധി വന്നാൽ ദിവസങ്ങളോ കൊണ്ട് ചോർന്നു പോകും. അല്ലാതെ ഇവിടെ ചിലർ പറയുന്നത് പോലെ വെള്ളം കുത്തിയൊലിച്ചു വന്ന് രാത്രിക്കു രാത്രി മധ്യ കേരളം മുങ്ങിപ്പോകുകയൊന്നുമില്ല. നിലവിലെ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ്. അത് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അഭിപ്രായമാണെങ്കിലും ഇല്ലെങ്കിലും മനോജ് ബ്രൈറ്റ് ചൂണ്ടിക്കാട്ടുന്നു. നന്ദി.